നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. PSC സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ പരീക്ഷയിൽ ക്യാമറയും ഹെഡ്സെറ്റും അടക്കം ഉപയോഗിച്ച് ഹൈടെക് രീതിയിൽ കോപ്പിയടിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായതോടെ പുറത്തുവരുന്നത് ഹൈടെക് കോപ്പിയടിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സംഭവത്തിൽ കണ്ണൂർ പെർളശ്ശേരി സ്വദേശിയും 25-കാരനുമായ AP മുഹമ്മദ് സഹദ് പിടിയിലായതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ചുരുളഴിയുന്നത്. സെപ്റ്റംബർ 27 നടന്ന അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയിലാണ് PSC ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ചുകൊണ്ട് കോപ്പിയടി നടന്നിരിക്കുന്നത്. അതായത് മഞ്ചാടിക്കുരുവിന്റെ വലിപ്പമുള്ള ഒരു ക്യാമറയാണ് ഉദ്യോഗാർത്ഥി തന്റെ വസ്ത്രത്തിൽ ഘടിപ്പിച്ചിരുന്നത് എന്നാണ് PSC ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പരീക്ഷാ ഹാളിൽ നിന്ന് പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തുകയും അപ്പോഴേക്കും തന്റെ ദേഹത്തൊളിപ്പിച്ച വൈഫൈ റൂട്ടർ അടക്കം നിലത്ത് വീണതോടെ പണി പാളുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. മാത്രമല്ല, പരീക്ഷയ്ക്കിടെ സഹദിന് ഉത്തരം പറഞ്ഞു കൊടുത്ത സിബിലാണെന്നും പോലീസിന്റെ കണ്ടെത്തലുണ്ടായി. പയ്യാമ്പലം ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തരത്തിലൊരു ഹൈടെക് കോപ്പിയടി നടന്നത്. ഷർട്ടിന്റെ കോളറിൽ ക്യാമറയും ചെവിയിൽ പുറത്തു കാണാത്ത തരത്തിൽ ഘടിപ്പിച്ച ഹെഡ്സെറ്റുമായാണ് സഹദ് പരീക്ഷയ്ക്ക് എത്തുന്നത്. ക്യാമറയിലൂടെ ചോദ്യം പുറത്തേക്ക് എത്തിക്കുകയും ഉത്തരം ഹെഡ്സെറ്റിലൂടെ കേട്ടെഴുതുകയും ചെയ്യുന്ന തരത്തിലായിരുന്നു ഈ കോപ്പിയടി എന്നാണ് വിവരങ്ങൾ. ക്യാമറയും പെൻഡ്രൈവും ഹെഡ്സെറ്റും ഒക്കെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. രാവിലെ 10:30 മുതൽ 11:50 വരെയും ഉച്ചയ്ക്ക് 1:30 മുതൽ 3:50 വരെയുമായിരുന്നു പരീക്ഷ. രഹസ്യവിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ PSC വിജിലൻസിന്റെ തിരുവനന്തപുരം യൂണിറ്റ് ഉദ്യോഗസ്ഥനാണ് രാവിലെ തന്നെ എത്തുകയും ചെയ്തത്. 1:30-ക്കുള്ള പരീക്ഷ ആരംഭിച്ച ഉടനെ തന്നെ വിജിലൻസ് സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു. പോലീസിനെ കണ്ടതോടെ യുവാവ് ഹാളിൽ നിന്നും ഇറങ്ങി ഓടിയെങ്കിലും പിന്തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. മാത്രമല്ല, ചോദ്യം ചെയ്തു നിന്ന് പ്രതി ഇത്തരത്തിൽ മുമ്പും കോപ്പി അടിച്ചതായിട്ടാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം നടന്ന പോലീസ് സബ് ഇൻസ്പെക്ടർ പരീക്ഷയിലും ഇത്തരത്തിൽ പ്രതി കൃത്രിമം കാട്ടിയെന്നാണ് പോലീസ് നിഗമനം. സഹദിനെ ഇതുവരെ എഴുതിച്ച പരീക്ഷകളിലെല്ലാം അയോഗ്യനാക്കുകയും ഉത്തരക്കടലാസുകൾ പരിശോധിക്കുകയും ചെയ്യുമെന്ന് തന്നെ PSC ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. പരീക്ഷകൾ എഴുതുന്നതിൽ 10 വർഷത്തേക്ക് വിലക്ക് ലഭിച്ചേക്കുമെന്നാണ് സൂചന. പ്രതിയെ വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റ് കണ്ണൂർ ടൗൺ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. PSC ഉദ്യോഗസ്ഥന്റെ തക്ക ഇടപെടൽ തന്നെയാണ് ശ്രമം പാളിയത് എന്നും വിവരങ്ങളുണ്ട്. ഹൈടെക്കായി കോപ്പിയടിക്കാനായിരുന്നു സഹദിന്റെ ശ്രമം. ക്യാമറയിലൂടെ ചോദ്യപേപ്പർ പകർത്തുകയും സുഹൃത്തിന് അയച്ചു കൊടുത്ത ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലൂടെ ഉത്തരങ്ങൾ കൈപ്പറ്റി പരീക്ഷ എഴുതുകയുമായിരുന്നു സഹദ്. കറുപ്പെന്ന് തോന്നിപ്പിക്കുന്ന കടുത്ത നീല നിറത്തിലുള്ള ഷർട്ടിന്റെ ഒരു ബട്ടൺ അഴിച്ചു മാറ്റിയാണ് ചെറിയൊരു ക്യാമറ മുഹമ്മദ് സഹദ് ഘടിപ്പിച്ചത്. ബട്ടൺ മാറ്റിയ സ്ഥലത്ത് സേഫ്റ്റി പിൻ ഘടിപ്പിച്ചു. പുറത്തുള്ള സുഹൃത്തിന് ചോദ്യപേപ്പർ അയച്ചു കൊടുക്കാൻ ക്യാമറയ്ക്ക് നേരെ വെച്ചപ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുന്നത്. നേരത്തെ തന്നെ നിരീക്ഷണത്തിലുള്ള ആളായിരുന്നു സഹദ് എന്നതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ വളരെയധികം സഹദിനെ നിരീക്ഷിച്ചിരുന്നു എന്ന് വേണം പറയാൻ. ഇയാൾ എഴുതിയ മറ്റു പരീക്ഷകളെക്കുറിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുകയാണ്. 4 പരീക്ഷകളിൽ സമാനമായ രീതിയിൽ കോപ്പി അടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പോലീസിന് വിവരം ലഭിച്ചിരിക്കുകയാണ്. ഇതിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചതായിട്ടും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അതേസമയം കോപ്പിയടിക്കാൻ മുഹമ്മദ് സഹദിനെ സഹായിച്ച പിറള സ്വദേശി സിബിലിനെ കണ്ണൂർ ടൗൺ പോലീസ് ഇതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു.